അനു രാവിലെ തന്നെ വാശിയിലാണ്. ഭക്ഷണം കഴിക്കുന്നില്ല, എനിക്ക് ആപ്പിൾ മതി, എനിക്കൊന്നും വേണ്ട, ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ ഞാൻ ചത്തൊന്നും പോകത്തില്ല, എനിക്ക് കിച്ചണിലകത്ത് എനിക്ക് ഒറ്റയ്ക്ക് മതി, ഞാൻ കിച്ചണിൽ ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഞാൻ സീസൺ മുഴുവൻ ഒറ്റയ്ക്ക് നിൽക്കും കിച്ചണിൽ. പിന്നെ അത് മാത്രമല്ല, ഈ വീട്ടു ജോലി മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യും. പിന്നെ ഇത്രമാത്രം എന്നോട് എല്ലാവർക്കും ദേഷ്യം എന്താണ്, എന്നെ ഇവിടുന്ന് പുറത്താക്കണം എല്ലാവർക്കും. മനുഷ്യത്വം എന്ന് പറഞ്ഞ് തീരെ ഇല്ല ആർക്കും ഇവിടെ. പിന്നെ ഞാൻ എത്ര ദിവസമായിട്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, ആർക്കും എന്നോട് ഒരു നന്ദി ഒരു സ്നേഹം പോലും ഇല്ല എന്ന് പറഞ്ഞിരുന്ന് അവിടെ ഇരുന്ന് കരയാണ്. രാവിലെ തൊട്ട് തുടങ്ങിയതാണ്, കിച്ചണിനകത്ത് കയറിയിട്ടില്ല. ഇതെന്താണ് സംഭവം? ഇതാണ് ഗെയിം, അത്രേ ഉള്ളൂ. ഇത് ഒറ്റപ്പെടൽ ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം, വേറെ രീതിയിൽ. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ഇതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇവിടെ പുള്ളിക്കാരി കേക്കിൻസ്റ്റ് ആയിട്ട് എല്ലാവരും എല്ലാവരും അവിടെ കിടന്ന് വഴക്കുണ്ടാക്കി, ബാക്കിയുള്ളവരെല്ലാം നെഗറ്റീവ് ആണെന്ന് കാണിച്ച് നമ്മൾ ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ്. രാവിലത്തെ മോർണിംഗ് സോങ് തന്നെ ബിഗ് ബോസ് ഇട്ട് കൊടുത്തത്. ഭൂമിയിലുള്ളപ്പോൾ വേണോ വാശി, പോകും നാം എല്ലാം കൈയും വീശി, ഈ പാട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ സത്യം പറഞ്ഞാൽ ഈ ഗെയിമിനകത്ത് നിവീനും ജിസേലും ആണല്ലോ ഇപ്പോഴ് രാജാവും രാജ്ഞിയായിട്ട് ഇരിക്കണത്. അനുവിനെ ഒന്ന് രാജ്ഞിയാക്കിയാലോ, നമുക്കൊന്ന് നോക്കാം. ബിഗ് ബോസ് അങ്ങനെ ഒന്ന് ഗെയിം തിരിച്ചു കൊടുക്ക്. സാധാരണ ഈ സമയത്ത് ബിഗ് ബോസ് അവിടെ ഗെയിം തിരിക്കലാണ് പണി. അതായത് ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കും, പെട്ടെന്ന് തന്നെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ അവിടെ ബബ്ബ അടിക്കും. സോ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ വളരെ നന്നായിരിക്കും. ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ അനുവിനെ പിടിച്ചിട്ട് അങ്ങോട്ട് രാജ്ഞിയാക്കിക്കോളൂ, അനുവിൻ്റെ ഭരണം നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതൊരു ഗെയിമാണ്, ഇതിനെ ഗെയിമായിട്ട് എടുക്കുക, ഇതൊരു ടാസ്കായിട്ട് എടുക്കുക. അതിനെ ഫുൾ ഇതാക്കി നെഗറ്റീവാക്കി അവിടെ മൊത്തം അതൊന്നും അവിടെ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഒത്ത് ഗെയിം കളിക്കുക, അതാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇവിടെ ഇന്നലെ ലൈവ് 12 മണി തൊട്ട് കട്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇന്നലത്തെ ലൈവ് 12 മണി, രാത്രി 12 മണി തൊട്ട്. അതായത് ജിസയിലും ശൈത്യയാണെന്നൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അനുവിനോട് ഒരു പ്രശ്നവുമില്ല, അവൾ എന്താണ് ഈ ഗെയിമിനെയൊക്കെ പേഴ്സണലി എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശൈത്യയും ജിസയിലും. അപ്പോൾ ആ സമയത്ത് പിന്നെ ആദിലയുടെ ബർത്ത്ഡേ വരുമല്ലോ, ബിന്നിയുടെയൊക്കെ ആനിവേഴ്സറി, ആ സമയം തൊട്ട് ലൈവ് കട്ടായിരുന്നു. പിന്നെ 6 മണി 7 മണിയായപ്പോൾ ഇന്നലത്തെ ലൈവാണ് മന്നാത്ത ലൈവാണ് കാണിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഇനി അടുത്തത് BB+-നകത്തും ഇത്ര കാര്യങ്ങൾ, അതായത് മറ്റേ ഇതുണ്ടായിരുന്നു, അതാണ് ടാസ്ക് കാണിക്കുന്നു. അതുപോലെ തന്നെ ഫോട്ടോ കത്തിക്കുന്നത് കുഴപ്പമില്ല, ഫോട്ടോ കത്തിക്കുന്നതിൽ കരച്ചിൽ, മുടി വെട്ടുന്നതിൽ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സംസാരിക്കുന്നു. പിന്നെ ഇങ്ങനെ ടീം സ്പ്ലിറ്റ് ചെയ്യുന്നു, ഇതൊക്കെയാണ് BB+-ൽ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ശൈത്യ കടന്ന് കരയുന്നു, അനുവിൻ്റെ കാര്യം പറഞ്ഞ് എന്നെ കോർണർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അങ്ങനെ പോകുന്നു. ഇപ്പോൾ ശൈത്യ എത്രമാത്രം നിങ്ങൾ പറയുന്നുണ്ട് നല്ല ഫ്രണ്ട് അല്ല എന്ന് പറഞ്ഞാലും ശൈത്യ അനുവിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ, ഒരു സപ്പോർട്ടായിട്ട്. പക്ഷേ 2 ഗെയിം കളിക്കുന്നുമുണ്ട്, പക്ഷേ പുള്ളിക്കാരിക്ക് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അത് അനുവിന് അറിയാൻ പാടില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അനുവിന് ഇതെല്ലാം അറിയാം കേട്ടോ. അനു അവിടെ നല്ല രീതിയിൽ കവറപ്പ് ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരിക്ക് ഒന്നും അറിയില്ല, നല്ല അറിയാം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല ഒരു ഗെയിം കളിക്കുന്നുണ്ട് പുള്ളിക്കാരി. പക്ഷേ ആ ഗെയിം ഒറ്റപ്പെടൽ ഗെയിം വരുന്നു, അനീഷിൻ്റെ വേറൊരു തരത്തിലുള്ള ഗെയിമാണ്. അതായത് ടാസ്ക് ഒന്നും കളിക്കാണ്ട് മാറിയിരുന്നിട്ട് അങ്ങനത്തെ ഒരു വല്ലാത്തൊരു വാശിയും ഈഗോയും ഒക്കെ പിടിച്ചിട്ടുള്ള ഒരു ഗെയിമാണ് കളിക്കുന്നത്. അപ്പം ആദ്യം തന്നെ രാവിലത്തെ പാട്ടാണ്, ഭൂമിയിലുള്ളപ്പോൾ വേണോ വാശി, പോകും നാം എല്ലാം അതൊരു വാശി വേണ്ട എന്ന് കാണിക്കുന്ന ഒരു പാട്ടാണത്. അത് കഴിഞ്ഞ് കിച്ചണിലെ രാജാവ് നിവീൻ രാവിലെ പോയിട്ട് ദോശ ചുട്ട് കഴിക്കണം. കാര്യം അനുവൊക്കെ വന്നു കഴിഞ്ഞാൽ 12 മണിയാവും വല്ലതും കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അവർ രാവിലെ തന്നെ ദോശയും ചുട്ട് കഴിച്ച് പോയി. അത് കഴിഞ്ഞ് രാവിലെ അനു കിച്ചണിലില്ല, അനുവിനെ വെസലിലേക്ക് ആക്കി അപ്പാനി. പിന്നെ കുറേ പേര് പറഞ്ഞു അപ്പാനി ബാഡ് ക്യാപ്റ്റൻ. പക്ഷെ അപ്പാനി, ഞാൻ പറയട്ടെ, ഇതുവരെയുള്ള ക്യാപ്റ്റന്മാരിൽ നിന്നും പുള്ളിക്കാരെ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറയുന്നുണ്ടാവോ നിങ്ങൾക്ക് അപ്പാനി ഇഷ്ടം ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം പറഞ്ഞത്. പക്ഷെ ഞാൻ ആസ് എ ഗെയിമർ, പുള്ളിക്കാരൻ ഗെയിം വീക്കായിരിക്കാം, ഒരു റിയലായിട്ടാണ് നിൽക്കുന്നത്, പൊട്ടത്തരങ്ങൾ പറയുന്നുണ്ടാവാം, മണ്ടൻ കളി കളിക്കുന്നുണ്ടാവാം. പക്ഷേ ഒരു ക്യാപ്റ്റനായിട്ട് പുള്ളിക്കാരൻ അവിടെ മാക്സിമം കഷ്ടപ്പെട്ട് എല്ലാവരിടത്തും പോയിട്ട് ജോലി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലോർ ചെയ്യുന്നുണ്ട്, കിച്ചൻ്റെ ഫ്ലോർ ചെയ്യാൻ നോക്കുന്നുണ്ട്, വെസൽ ചെയ്യാൻ നോക്കുന്നുണ്ട്, കിച്ചൺ ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇത്രയും ജോലി ഒരു ക്യാപ്റ്റൻ ഇതുവരെ അനീഷൊന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ക്യാപ്റ്റനായിട്ട്. ആരും പറയണത് കേട്ടിട്ട് പോലുമില്ല. ഷാനവാസ് എനിക്ക് കിച്ചൻ്റെ അകത്ത് കയറി പണിയെടുക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. പിന്നെയും ആരിനാണ് എന്തെങ്കിലും ക്യാപ്റ്റനായിട്ട് ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് ഇപ്രാവശ്യം വർക്ക് കിട്ടിയിരിക്കുന്നത് അപ്പാനിക്കാണ്. ഭയങ്കരമായ അതിൻ്റെ കൂടെ അനുവാണെങ്കിൽ കിച്ചണിൽ കയറുന്നില്ല, വെസൽ കൊടുത്തിട്ടൊന്നും ചെയ്യുന്നില്ല, കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഓവർലോഡ് അപ്പാനിയുടെ തലയിൽ ഉണ്ട്.
സോ അപ്പാനി അത് കഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരാളെ ഇഷ്ടമെന്ന് വെച്ചിട്ട് ഇങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് പുള്ളിക്കാരൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിലും നല്ല ഭയങ്കര ബുദ്ധിയുള്ള ഗെയിമർ അല്ലെങ്കിലും പുള്ളിക്കാരൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് റെന ഇവിടെ നിവീനും ഇതൊക്കെ റെന കിച്ചണിൻ്റെ അകത്ത് കയറുന്നു. ആദ്യം വന്നത് അവിടെ നിവീനാണ്. നിവീനും അനീഷ് നിവീൻ്റെ മന്ത്രിയായിട്ടാണ് നിൽക്കുന്നത്. പുള്ളിക്കാരൻ പാട്ട് തുടങ്ങുന്ന തൊട്ട് ഫുൾ ഓണാണ് അനീഷ് മന്ത്രിയായിട്ട്. അതെ അതെ അല്ലയോ രാജാവേ എന്നൊക്കെ പറഞ്ഞാണ് അനീഷ് നിൽക്കുന്നത്. അപ്പം നിവീൻ വന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് അപ്പാനി വരുന്നു, നൂറ വരുന്നു കിച്ചണിൻ്റെ അകത്ത്, റെന വന്ന് കറി ഉണ്ടാക്കുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. 10:30 ആയപ്പോൾ തന്നെ എല്ലാവർക്കും ഫുഡെല്ലാം കിട്ടിക്കഴിഞ്ഞു. ആദില വരുന്നു. ഒരു കുഴപ്പവുമില്ല, കിച്ചൺ വളരെ ശാന്തം, ഒരു പ്രശ്നവുമില്ല, സമാധാനമായിട്ട് കിച്ചൺ പോവുകയാണ്. അപ്പം അനു അവിടെ മാറി നിൽക്കുകയാണ്. അപ്പം അപ്പാനി എല്ലാവരുടെയും ചെവിയെ പറയുന്നത് അവൾ ഇല്ലാണ്ട് ഈ കിച്ചൺ നല്ലതായിട്ടിരിക്കണം, നമ്മൾ കാണിച്ചു കൊടുക്കണം. അത് അപ്പാനി പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അനു ഒരാൾ ഇപ്പം നമുക്കിപ്പം ഇന്നത്തെ നമുക്ക് തെറ്റും കുറ്റങ്ങളും ഒക്കെ പറഞ്ഞല്ലേ പറ്റുള്ളൂ ഒരു ഗെയിമർ. അപ്പം അനു നല്ലൊരു ഗെയിമറാണ്. പക്ഷെ അനു ഈ ഗെയിമിൽ ഒന്ന് സഹകരിച്ചിരുന്നെങ്കിൽ അനു കുറച്ചും കൂടെ നല്ല രീതിയിൽ പോയേനെ പുറത്തേക്ക്. ഇത് അനുവിൻ്റെ വാശിയും ഈഗോയും മാത്രമേ ഇതിനകത്ത് കാണുന്നുള്ളൂ. നല്ല രീതിയിൽ മുന്നോട്ട് പോയേനെ. ഈ ഒരു ഗെയിമിൽ അനു സഹകരിച്ചിരുന്നെങ്കിൽ, ഈ ഒരു ടാസ്കിൽ അത് നല്ല രീതിയിൽ അനുവിനെ ഹെൽപ്പ് ചെയ്തേനെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അനു ഒരാൾ മാത്രം മതി കിച്ചണിൽ എന്നാ പറയണം. പുള്ളിക്കാരിക്ക് മാത്രം കിച്ചൺ വേണം. അത് എവിടത്തെ ന്യായമാണ്? നടക്കുമോ അത്? നിങ്ങൾ പറയൂ. നിങ്ങളിപ്പം കുറേ പേര് പറയുന്നു അനുവിനെ ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്യുന്നു. ശരി, ഞാനും ഉണ്ട് ഒരു ടീമിനകത്ത്. ഞാൻ പറയണേ, എനിക്ക് തന്നെ ഈ സീസൺ കഴിയുന്നത് വരെ ഫുൾ കിച്ചൺ എനിക്ക് മാത്രം. ഞാൻ കറി ഉണ്ടാക്കും, ഞാൻ സെർവ് ചെയ്യും, ഞാൻ അരിയും. നടക്കുമോ അത്? നിങ്ങൾ വിട്ടു തരുമോ എനിക്ക്? ഒരിക്കലും. ബാക്കിയുള്ളവരും കളിക്കാനല്ലേ വന്നേക്കുന്നത്. അവരുടെ കഴിവ് പ്രൂവ് ചെയ്യണ്ടേ അവിടെ? കിച്ചണിൽ മാത്രമേ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ കഴിവ് കേടാണ്. ബാക്കിയുള്ളവരടുത്ത് നിങ്ങൾ രസിപ്പിക്കൂ, ടാസ്ക് കളിക്കൂ, പ്രേക്ഷകരെ ഇംപ്രസ് ചെയ്യിക്കൂ. അതൊക്കെയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഒരാൾ മാത്രം മതി കിച്ചണിൽ, ഞാൻ മാത്രം മതി കിച്ചണിൽ എന്തിനാണ്? അപ്പം ബിന്നി പോയി സംസാരിക്കുന്നുണ്ട്. നീ വാ, നീ വെസൽ എന്തെങ്കിലും ചെയ്യേ. അപ്പം എനിക്ക് പറ്റില്ല, പച്ചക്കറി ഞാൻ 2-3 പേര് ഹെൽപ്പിന് മതി, ഞാൻ മാത്രം കിച്ചണിൽ നിന്നോളാം. അപ്പം ബിന്നി പറഞ്ഞു, എപ്പോഴും അത് നടക്കുമോ? നീ പറയണ പോലെ കാര്യങ്ങൾ നടക്കുമോ? അത് ക്യാപ്റ്റൻ എന്തോന്ന് ക്യാപ്റ്റനാണ്, ഇങ്ങനെയാണോ ക്യാപ്റ്റൻ എന്നൊക്കെ. അപ്പം അപ്പാനി പറഞ്ഞു, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ബിന്നി അവളുടെ അടുത്ത് പോയി സംസാരിക്കാൻ. അത് കഴിഞ്ഞ് അനീഷും നിവിനുമായിട്ടുള്ള രാജാവും മന്ത്രിയായിട്ടുള്ള സംസാരമൊക്കെയാണ്. അപ്പോൾ അനീഷ് ഇവിടെ സ്വച്ഛാധിപതി മഹാരാജൻ വായിൽ പഴം കുത്തിക്കേറ്റട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ മന്ത്രിയെ മാറ്റാനുള്ള സമയമായി. തമ്പുരാനെ നമ്മുടെ മഹാറാണി പള്ളി നീരാട്ടിന് പോയിരിക്കുകയാണ്, ജിസേൽ പള്ളി നീരാട്ടിന് പോയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെയൊക്കെ ടോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അപ്പാനി കിച്ചണിൽ പറയാണ്, ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്തോളാം, ബാക്കി നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, അവിടെ പോയി ഡ്രസ്സിംഗ് റൂം ക്ലീൻ ചെയ്യ്, അവിടെയൊക്കെ ശരിയാക്കി നിറച്ച് മുടിയൊക്കെ ഉണ്ട്, ഇവിടെ ഞാൻ ക്ലീൻ ചെയ്തോളാം എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് മഹാറാണി കുളിക്കുകയാണെന്ന് പറയുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ വൃത്തിയായ ബിന്നി നിവീനെ റാണിയാവാൻ നോക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കളി ഇങ്ങനെ പോകുന്നു. അതിൻ്റെ കൂടെ മോർണിംഗ് ആക്ടിവിറ്റി വരെയാണ്. അതിൽ ഇത് തന്നെയാണ്, സ്വച്ഛാധിപതികൾ അടിമകളല്ലാത്ത. അവിടെയും അനുവിനെ കേന്ദ്ര കഥാപാത്രമാക്കാൻ ബിഗ് ബോസ് നോക്കുന്നുണ്ട് കേട്ടോ. അനുവിനെ വെച്ച് ഗെയിം കളിക്കാൻ ബിഗ് ബോസ് നോക്കുന്നുണ്ട്. അതാണ് ഈ ടാസ്ക് കൊടുത്തത്. സ്വച്ഛാധിപതികൾ അടിമകളല്ലാത്ത ആൾക്കാരിൽ 7 പേരെ എന്തുകൊണ്ടാണ് അടിമകളാക്കാത്തത് എന്ന്, യോഗ്യതയില്ലാത്തതെന്ന് പറയണം. അപ്പോൾ ആദ്യം തന്നെ കൈ ഉയർത്തു, എല്ലാവരും കൈ ഉയർത്തു. അപ്പോൾ അതിന് കൈ ഉയർത്തു. നീ എന്തേ കൈ ഉയർത്താത്തത്? കൈയൊക്കെ എങ്ങനെയൊക്കെ മതി. പുള്ളിക്കാർ തുടക്കമേ റിബലായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവരും പറയും ഒരാളെ പക്ഷെ പുള്ളിക്കാർ തന്നെ മാറിപ്പോവുകയാണ്, ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഗെയിം കളിക്കുകയാണ്. എനിക്കത് കാണുമ്പോൾ മണ്ടന്മാരാ കണ്ടുകൊണ്ടിരിക്കുന്നവർ. ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ. ഇപ്പോൾ അനീഷ് കളിച്ചില്ല, അതുപോലത്തെ വേറൊരു ഗെയിമാണ്. ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ കളിക്കുന്നതാണ്. അപ്പം ബിഗ് ബോസ് ടാസ്ക് അല്ലേ, ടാസ്ക് ആയിട്ട് എടുക്കുക അനുമോളെ എന്നെല്ലാവരും പറയുന്നുണ്ട്. അപ്പം അനുമോള് അപ്പോൾ ഓക്കെ. അപ്പം നിവീനും ജിസേലും വന്നിരിക്കുന്നു. മിനിമം യോഗ്യത എന്ന് പറയുന്നത് ക്യാമറ കാണുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ പാടില്ല. ഓക്കെ, ആരോടെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പെരുമാറാൻ പാടില്ല എന്ന് ജിസേൽ പറയുന്നു. അപ്പം അനുമോള് മൈൻഡേ ചെയ്യുന്നില്ല. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറ കണ്ടു കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഒരാൾ നമുക്ക് വേണ്ട അടിമയായിട്ട്. അപ്പോൾ അനുമോൾ ഇങ്ങനെ നോക്കിയിട്ട് ക്യാമറയിലൊക്കെ ഇങ്ങനെ നോക്കുന്നു. ഇങ്ങോട്ട് നീ നിൽക്കൂ, ഞാൻ എവിടെ നിൽക്കണം ഞാൻ തീരുമാനിച്ചോളാം, കേട്ടല്ലോ. ക്യാമറ കാണുന്നത് ഞാൻ പോകും, എനിക്ക് ക്യാമറ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി, പിന്നെ നമ്മൾ അടിമയാകാനുള്ള മാനസിക നില ഉണ്ടാവണം. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ക്യാമറ ഞാൻ തീരുമാനിച്ചോളാം, ബിഗ് ബോസ് എന്നെ റൂളൊന്നും ഞാൻ ബ്രേക്ക് ചെയ്തിട്ടില്ല, ഞാൻ എവിടെ നിൽക്കണത് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞ് അനുമോൾ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്യാമറ കണ്ടാൽ കമഴ്ന്ന് കിടക്കുന്ന അനുമോള്, ഞാൻ കമന്ന് തന്നെ കിടക്കും, എന്തേ ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ക്യാമറ കാണാൻ തുടങ്ങിയതാണ്, ഞാൻ കമന്ന് തന്നെ കിടക്കും, എന്ത് എന്ന് ചോദിക്കുന്നുണ്ട് അനുമോള്. അങ്ങനെ അവിടെ പിടിച്ച്
എണീപ്പിച്ചിരുത്തുന്നു. അത് കഴിഞ്ഞ് ശൈത്യനെ എണീപ്പിച്ചിരുത്തിയിട്ട് സംസാരിക്കുന്നുണ്ട്, ഓവർ ഷാഡോ ചെയ്യുന്നുണ്ടെന്നും. ആദില ജന്മദിനത്തിലായതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഇന്ന് ആദിലയുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ, ഇന്നലെയാണ് കാണിച്ചത്, പക്ഷേ ഇന്ന് ബർത്ത്ഡേ ആണല്ലോ ശരിക്കുള്ള. അപ്പം ഒരു അഭിപ്രായം പറയണം, ഇനി അഭിപ്രായം പറയാതിരിക്കരുതെന്നൊക്കെ ആദിലയോട് ജിസേലും നിവീനും പറയുന്നുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കാണ് ഈ ടാസ്ക് കിട്ടിയിരിക്കുന്നത്, സ്വേച്ഛാധിപതികൾക്ക്. അപ്പം നൂറേനെ പിടിച്ചിരുത്തിയിട്ട് ഒന്നും മിണ്ടുന്നില്ല, ആക്റ്റീവ് ആവണം, ധൈര്യശാലിയായി കളിക്കണം എന്നൊക്കെ ജിസേലും നിവീനും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് രേണു അറ്റ്ലീസ്റ്റ് ഒരു തൂവൽ എടുക്കാനെങ്കിലും യോഗ്യത കാണിക്കൂ, 1/2 കിലോ പഞ്ചസാര വേണം, ഞാൻ തരത്തില്ല എന്ന് നിവീൻ പറയുന്നുണ്ട്. അഭീനെ വിളിച്ചിരുത്തിയിട്ട് ഒരു പുച്ഛഭാവമാണ് നിങ്ങൾക്ക്, നിങ്ങൾ പലപ്പോഴും ടു സ്വീറ്റ് ആണ്, ഒരു ലോയൽ അല്ല, ടു സ്വീറ്റ് ആവരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനുവൊക്കെ അവിടെ നിന്ന് പോയി കേട്ടോ, ആ ഏരിയന്നേ ഇല്ല, ക്യാമറ സ്പേസിൽ ഇല്ല, പുള്ളിക്കാരി അങ്ങ് മാറി നിൽക്കുകയാണ്, നിന്ന് കളിക്കുക, മനസ്സിലായ? മാറി നിന്ന് കളിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ശരത്ത് പറയാണ് ഇതെന്തോന്നിത്. അപ്പോൾ ശരത്തിനെ പിടിച്ച് നിർത്തി അവർ പറയാൻ നോക്കുന്നുണ്ട് കേട്ടോ ടാസ്ക്. അപ്പം ബിഗ് ബോസ് പറയുന്നു വേണ്ട, ശരത്ത് വേണ്ട, ശരത്ത് ക്യാപ്റ്റനാണ്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം എല്ലാവരും ഭക്ഷണം, എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒരു 10:30 ആയപ്പോൾ തന്നെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി കേട്ടോ. കാര്യം എല്ലാവരും രാവിലെ കയറി ദോശയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കിട്ടി. അപ്പോൾ ഈ പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഈഗോ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, അവിടെ വാശിയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ. എനിക്കപ്പോൾ പക്ക ഈഗോ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തുപോകാൻ കഴിയുന്നില്ല. പുള്ളിക്കാരിക്ക് മാത്രം ആ കിച്ചൺ വേണം. അത് ഗെയിമായിട്ടും കാണാം, ഈഗോ ആയിട്ടും കാണാം, രണ്ടുമായിട്ട് കാണാം. പ്യുവർ ഗെയിമും അല്ല, അനുവിൻ്റെ ആ ഒരു നേച്ചറായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നത്. പ്യുവർ ഗെയിം അല്ല അത്, റിയലായിട്ട് പുള്ളിക്കാരിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അത് കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? ഒരു ഈഗോ പ്രശ്നമോ ഒരു വാശിയോ അതൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് എനിക്ക്. പ്യുവർ ഗെയിമായിട്ടും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ആകെ കൂടെ ഭയങ്കര ഡള്ളായിട്ട്, ഭയങ്കര നെഗറ്റീവായിട്ട് അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ആഴ്ച മൊത്തം. അപ്പോൾ ഈ അനു വന്ന് ഇപ്പോൾ ചെയ്യുന്നുണ്ട് കേട്ടോ, വെസൽ ക്ലീനിങ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വന്ന് എല്ലാവരും പോയി വിളിച്ച്, എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്ക് പറ്റൂല, ആപ്പിൾ മാത്രം മതി എന്ന് പറയുന്നു, എനിക്കൊന്നും വേണ്ട എന്ന് പറയുന്നു. അങ്ങനെ ശൈത്യ ചെല്ലുന്നു. ശൈത്യമായിട്ട് ഇനി ഫുഡ് കഴിക്കുക, എനിക്കൊന്നും വേണ്ട, ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടാവും, അറിയാമോ? വെസലിലിട്ടേക്കണം അയാൾ ആരെന്നെ വെസലിലിടാൻ? ജിസയിലായിട്ട് ആദിലെ നൂറയ്ക്കാണ് പ്രശ്നം, എനിക്കല്ല പ്രശ്നം. റെനയ്ക്ക് ഞാൻ കിച്ചൺ ടീമിൽ കയറുന്നത് ഇഷ്ടമല്ല. മനുഷ്യത്വം കാണിച്ചൂടെ എന്നോട്? ഇത്രയും ദിവസം ഞാൻ കുക്ക് ചെയ്തതല്ലേ? ഞാൻ ഇവിടുന്ന് പോകണം എല്ലാവർക്കും. എല്ലാവർക്കും എല്ലാവരും ഇവിടുന്ന് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. എന്നിട്ട് അവസാനം അവർക്ക് കപ്പടിക്കണം. പിന്നെ അല്ലാണ്ട് പിന്നെ രാത്രി ആകുമ്പോൾ ഹഗ് ചെയ്യാൻ വരും, വെള്ളം സംസാരിക്കാനൊക്കെ വരും. എനിക്കത് പറ്റൂല. രാവിലെ ആകുമ്പോൾ പിന്നെയും ഗെയിം. അങ്ങനെയാണ് ഇവിടെ കാര്യം. ഒന്നാമതേ ഇവിടെ ഷോ ഫുൾ ഡൗൺ ആണ്, അതിൻ്റെ ഇടയിൽ കൂടെ കണ്ടന്റും കൂടെ ഇല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? അപ്പോൾ അഭി വന്ന് എടി നീ ആ പറഞ്ഞ ഡ്യൂട്ടിയെങ്കിലും വന്ന് ചെയ്, നീ നിനക്ക് വെസൽ ടീമല്ലേ തന്നേക്കണം, അതെങ്കിലും വന്ന് ചെയ്. എനിക്ക് പറ്റൂല എന്ന് പറയുന്നുണ്ട്. അയാൾക്ക് ഇഷ്ടമുള്ള പോലെ ജോലി ചെയ്യാൻ അയാൾ ക്യാപ്റ്റൻ. ഇതെന്തുവാണിത്? അങ്ങനെ ഇപ്പോൾ വന്ന് ജോലി ചെയ്യുന്നുണ്ട് അനു കേട്ടോ, ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഒരു വഴക്ക് നടക്കാൻ പോണത്. അപ്പോൾ എന്തായാലും ഇത്രയാണ് നടന്നേക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ വെച്ച് വരാം. അതുവരേക്കും ബൈ.